Okay, Manisha, good morning. So, Manisha, start ചെയ്താലോ? Okay. English സംസാരിക്കണോ അല്ലെങ്കിൽ ക്ലാസ്സിലോട്ട് പോകണോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനീഷ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിന്റെ പാസീവ് വോയിസ് എഴുതുന്ന രീതിയെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. യെസ്, അപ്പൊ ഇന്ന് നമുക്ക് അടുത്ത ഒരു സംഗതിയിലോട്ട് കടക്കാം. അടുത്തൊരു സംഗതിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ഞാനൊരു വാചകം പറയാം. ആ വാചകം എഴുതിയെടുത്തിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. എനിക്ക് I am using USING. I am using laptop. I am using laptop. I am using laptop. Okay. ഇവിടെ ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. ആ വാചകം ഇതാണ്, I am using laptop. അപ്പൊ നമ്മൾ വിവിധ ടെൻസിന്റെ സ്ട്രക്ചറുകളെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഏതിന്റെ കീഴിലാണ് അല്ലെങ്കിൽ ഏത് ടെൻസ് പ്രകാരമാണ് ഈ വാചകം എഴുതിയിട്ടുള്ളത് പറയാൻ പറ്റും. I am using laptop എന്ന് പറയുന്ന സെന്റൻസ് എഴുതിയിരിക്കുന്നത് ഏത് ടെൻസിലാണ് പറയാൻ പറ്റും? ആദിത്യ ശ്രീകുമാർ. യെസ്, പറഞ്ഞിട്ടെ. മനീഷ പറയാമോ ഏത് ടെൻസിൽ എഴുതിയിരിക്കുന്നു? I am using laptop. പാസ്റ്റ് ടെൻസ് അല്ല മനീഷ, അത് പ്രസന്റ് കണ്ടിന്യൂസിലാണ് എഴുതിയത്. ഈ പറഞ്ഞ വാചകം ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ, സബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, പിന്നെ വെർബ് എഴുതി, അതിന്റെ കൂടെ ഒരു ING കൂടി ചേർക്കണം. അതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതി, ആ വെർബിന്റെ കൂടെ ഒരു ING കൂടി ചേർക്കുമ്പോഴാണ് അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ നോക്കിയേ, ഐ സബ്ജക്റ്റ് ആണ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, അതിൽ ആം ഉണ്ട്, പിന്നെ യൂസ് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ കൂടെ ING യൂസിങ് ഉണ്ടാകും. I am using laptop. കറക്റ്റായില്ലേ? അപ്പൊ തന്നിരിക്കുന്ന വാചകം ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സിമ്പിൾ പാസ്റ്റ് അല്ല, പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് അത് എഴുതണം.
അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇത് ഏതെങ്കിലും ഒന്ന് ചേർക്കണം. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അപ്പൊ ഒന്നുകൂടി പറയാം. ആദ്യം ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വേർഡ് കൂടി ചേർക്കണം. ബീയിങ്, BEING, ബീയിങ് എന്ന വേർഡ് കൂടി ചേർക്കണം. പ്ലസ് പിന്നെ വെർബ് എഴുതണം. ബി, വെർബ് ബി. ആ വെർബിന്റെ മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ PP. അപ്പൊ നമുക്കൊന്നും കൂടി പറയാം. ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് ഒബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു. പിന്നെ ബീയിങ് ചേർക്കുന്നു. പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഓക്കെ, ഇതാണ് ഇത് നിയമം. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഐ ആം യൂസിങ് ലാപ്ടോപ്പ്. എന്തുപയോഗിക്കുന്നു? ലാപ്ടോപ്പ്. അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി ലാപ്ടോപ്പ്. അത് ആദ്യം എഴുതി. ലാപ്ടോപ്പ് കഴിഞ്ഞിട്ട് ഈസ് വരും, ആം വരും, ആറ് വരും. ഒരു ലാപ്ടോപ്പല്ലേ ഉള്ളൂ, അപ്പൊ ഈസ് വരും. ലാപ്ടോപ്പ് ഈസ്. പിന്നെ എന്ത് വേണം? ബീയിങ്, BEING, ബീയിങ്. ഇനി എന്ത് വേണം? യൂസ് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം യൂസ്ഡ്, USED. യെസ്. ഇനി ഐ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താക്കണം? മീന്നാക്കണം. തൊട്ടു മുന്നില് ഒരു ബൈ ചേർക്കണം. അപ്പൊ ആൻസർ എന്ത് വരും? ലാപ്ടോപ്പ് ഈസ് ബീയിങ് യൂസ്ഡ് ബൈ me. Laptop is being used by me. Video, Manisha. Okay, le. Another editor. Okay. Okay, Aditya. Yes, about. Another editor. Object. Is അല്ലെങ്കിൽ ആറ്. Being plus B വെർബ്. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് കഴിഞ്ഞതിന് ശേഷം വേറൊന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ പറയാം. അതൊന്നും എഴുതാൻ പറ്റില്ല. ഓക്കെ, ചോദ്യം ഇതാണ്. Somebody is SOMEBODY. Somebody is boiling, BOILING. Boiling the water. Somebody is boiling the water. എഴുതിക്കോളൂ. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിലെ ഒന്ന് ചേർക്കുക. ആൻസർ കഴിയുമ്പോൾ പറഞ്ഞോട്ടോ. The water is being boiled by somebody. Correct ആണ്. The water is being boiled, BOILED, by somebody. അങ്ങനെയാണ് മനീഷ് എഴുതിയേക്കണേ. മനീഷ, സംശയം ഉണ്ടാവും.
Okay. Another someone is SOMEON. Someone is teaching them, TEACHING, teaching them at present. At present. PRESENT. Someone is teaching them at present. Okay. എഴുതിയിട്ട് പറഞ്ഞാൽ മതി. Sir, teaching taught ആവില്ലേ V3 form വരുമ്പോ? Taught. So they are being taught at present by some. Okay. ഒന്നുകൂടി നമുക്ക് ഭംഗിയാക്കാം. They are being taught. TAUGHT. They are being taught at present by someone. At present by someone. അങ്ങനെ തന്നെയാണോ മനീഷ വന്നേക്കണേ? ഓക്കെ. അപ്പൊ ഒരു നോട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ he is making 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 paper boats. PAPER paper boats. BOATS paper boatuകൾ. Paper boats. Now എന്നോട് പറയും. He is making paper boats now. He is making paper boats. BOATS now. Okay, എഴുതിക്കോളൂ. One minute. എഴുതിക്കോട്ടെ.
Paper boats are being made by him now. Paper boats are Being being made by him now. കറക്റ്റ്. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി വളരെ എളുപ്പമായിട്ടുള്ള വാചകങ്ങളാണ്. ഞാൻ കുറച്ചുകൂടി ഒന്നുകൂടി അടുക്കേറ്റി പിടിക്കുന്നത്. ടെൻസ് തന്നെ മാറ്റുക. ചോദ്യം ഏതാണ്? എഴുതിക്കണം. ഈസ് എനിവൺ ANYON is anyone teaching me TEACHING teaching me now NOW question mark. I will repeat the question. Is anyone teaching me now NOW? Okay, sure. കഴിഞ്ഞ പ്രാവശ്യം മനീഷ ഒറ്റത്തുനിന്ന് നഷ്ടപ്പെടുകയായിരുന്നു അല്ലേ മനീഷ? യെസ്.
സാർ Yes. മീ എന്നുള്ളത് പാസീവിലേക്ക് വരുമ്പോ am I ആവും. Am I? Yes. പിന്നെ being അങ്ങനെ. Ah. Am I being taught now by anyone? ഒന്നുകൂടി പറഞ്ഞേ. Am I being taught now by anyone? ആ, മനീഷക്ക് എന്ത് കിട്ടി? സെയിം ആണോ മനീഷ? കിട്ടിയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്. ഓക്കെ, ഈസ് എനിവൺ ടീച്ചിങ് മീ നൗ? അത് ക്വസ്റ്റ്യൻ ആണ്. ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിലെ ഈസ് ആദ്യം വന്നതാണ്. അപ്പൊ ആൻസറിലും അതുപോലെ തന്നെ വരണം. യെസ്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് ഏതാണ്? മീ ആണ്. മീ എന്നുള്ളത് നമ്മൾ കണ്ട് ഇങ്ങോട്ട് എഴുതുമ്പോ അത് ഐ എന്നായിരിക്കും മാറി. ഐ. ഐയുടെ കൂടെ ആം വരും, ഈസ് വരും, ആറ് വരും, ആം വരും. ഐ ആം. പിന്നെ ബീയിങ് ചേർക്കണം. ഐ ആം ബീയിങ്. ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ട്. അപ്പൊ എന്ത് പറയാം? ഐ ആം ബീയിങ് ടോട്ട് നൗ. ഇത് നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബ് ആദ്യം എഴുതും. അതുകൊണ്ട് ഇതിന്റെ അകത്തും ഓക്സിലറി വെർബ് ആദ്യം വരും. ആ ആം എടുത്താണ് ആദ്യം പറയും. അപ്പൊ എന്ത് വരും? ആം ഐ ബീയിങ് ടോട്ട് നൗ? അതാണ് കറക്ഷൻ. അപ്പൊ ഇതേപോലെ നെഗറ്റീവ് ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മോഡ് വന്നു കഴിയുമ്പോ പോസിറ്റീവ് വാചകമാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടൊന്ന് എഡിറ്റ് ചെയ്താൽ മതി. യെസ്. ആം ഐ ബീയിങ്. ഓക്കെ, അടുത്ത് ചെയ്യുമ്പോൾ ശരിയാവും. ആർ യു റീഡിങ്? ആർ യു റീഡിങ്? READING. റീഡിങ് ന്യൂസ് പേപ്പർ. ആർ യു റീഡിങ് ന്യൂസ് പേപ്പർ? ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. യെസ്, എഴുതി.
Sir, answer is Hello. newspaper being read by you. Read V3 same തന്നെയല്ലേ read. സ്പെല്ലിംഗ് സെയിം ആണ്, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ റെഡ് എന്ന് പറയുന്നത്. read. ഈസ് ന്യൂസ് പേപ്പർ ബീയിങ് റെഡ് ബൈ ദം, അങ്ങനെയാണോ മനീഷ എഴുതിയേക്കണേ? ഓക്കെ, അപ്പൊ ഞാൻ മാറ്റി പിടിക്കുന്നത് വേറൊരു മോഡല്. സിമ്പിൾ ആണ്. They are not troubling, TROUBLING, troubling me, me now. They are not troubling me now. Okay, here you go. Answer, I am not being troubled by them now. ആണോ? Yes, എളുപ്പമാണ്. മനീഷ കഴിയാം? I am not being troubled now. Yes. അടുത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. Is anybody not helping me? Is anybody not helping me at present? At present, PRESENT. Is anybody not helping me at present? Sir, question ഒന്നുകൂടെ പറയൂ. Yes. Is anybody not helping me, helping me at present? ആരെങ്കിലും ഇപ്പോൾ എന്നെ സഹായിക്കുന്നില്ലേ? Answer, am I not being helped at present by anybody? Yes.
am I not being helped? Am Not I being helped at not present by being? anybody. Yes, okay. Yes. അടുത്തത്. Isn't anybody, വേറെ നോക്കട്ടെ, isn't anybody observing her? Isn't anybody observing, observing, observing her? Isn't പാസിവിറ്റി വരുമ്പോഴും isn't തന്നെയായിരിക്കും. അത് ഒബ്ജക്റ്റ് നോക്കണം. ഷീ അല്ലേ വന്നേക്കണേ, ഹെയർ അല്ലേ, ഓക്കെ. ഒബ്ജക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. മനീഷ, ഞാൻ വിചാരിച്ചു മനീഷ പഠിക്ക് പോയതാണ്. Sir, answer. Isn't she being observed by anybody? ഓക്കെ ഓക്കെ. ആൻസർ ചെയ്യാവുന്ന പറയാം. Isn't she being observed? ഓക്കെ ഓക്കെ. ഞാൻ വന്നിട്ട് സിമ്പിൾ ആയ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇംഗ്ലീഷ് ലെവൽ സിമ്പിൾ ആയ ചോദ്യം. ഓക്കെ മനീഷ, നിങ്ങളുടെ ആൻസർ ബി എന്ന് പറയുന്ന ലെറ്ററിൽ പറയണം. ബി, വോയിസ്. എ ഫ്ലവർ ബിഫോർ ഇറ്റ് ഓപ്പൺസ്
അതിന്റെ പേര് പറയും, അറിയാമോ? എ ഫ്ലവർ ബിഫോർ ഇറ്റ് ഓപ്പൺസ്. പൂവ് വിരിയുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയില്ലേ, അതിനൊരു പേര് പറയും. ബി എന്ന് പറയുന്ന പേരിലാണ് ആരംഭിക്കുന്നത്. ബ്ലൂമിങ് അല്ല, ആ ഒരു അവസ്ഥയുടെ പറയുന്ന പേരുണ്ട്. പൂ വിരിയാനായിട്ട് നിൽക്കുന്ന തൊട്ട് മുമ്പ് എന്താ അവസ്ഥയിലായിരിക്കും? ബഡ്, ബിയോഡി, ബഡ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് എ മെയിൽ, MEIL, മെയിൽ കൗ. അതിന്റെ ഇംഗ്ലീഷ് എന്താന്ന് പറയാം? ബിയിലാണ് തുടങ്ങുന്നത്. എ മെയിൽ കൗ. കൗ പെണ്ണാണ്, അതിന്റെ മെയിൽ. അതിനെ പറയുന്ന പേരാണ് ബുൾ. ആ ഓക്കെ ആദിത്യ, കറക്റ്റ് ആൻസർ. യെസ്, ബുള്ളാണ്. അടുത്തത് ലോജിക്കായിട്ട് ആലോചിച്ചാൽ മതി. സംതിങ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് എ ഗൺ. ഗൺ, തോക്ക്. സംതിങ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് എ ഗൺ. ബിയിൽ തുടങ്ങുന്ന ഒരു വേർഡാണ് പുറത്തേക്ക് വരുന്നത്. ആ കറക്റ്റ് ആദിത്യ. ആൻസർ ഈസ് ബുള്ളറ്റ്. ബുള്ളറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. ഈ അടുത്തത് ബേബി. ബേബി മീൻസ് സ്മോൾ, കുഞ്ഞുങ്ങൾ. ബേബി റാബിറ്റ്. മുയലിന്റെ കുഞ്ഞിനെ പറയുന്ന പേരറിയാം? ബേബി റാബിറ്റ്. ആ കറക്റ്റ് ആൻസർ ആണ് ആദിത്യ. ബണ്ണി. യെസ്, ബണ്ണി. അടുത്ത ചോദ്യം, സിനിമയിലൊക്കെ കണ്ടു കാണുമ്പോൾ പോലീസ് ഓഫീസർമാരൊക്കെ ഷൂട്ടിംഗ് പരിശീലനം നടത്തുന്നത്. അപ്പൊ വലിയൊരു റൗണ്ട് കാണും, അതിന്റെ ഉള്ളില് വേറൊരു 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 റൗണ്ട് കാണും. അങ്ങനെ റൗണ്ട് വന്ന് ഏറ്റവും നടുക്ക് ഒരു കുത്തുണ്ടാവും. യെസ്, ചോദ്യം ഇതാണ്, ദ സെന്റർ ഓഫ് എ ടാർജറ്റ്. ആ ടാർജറ്റിന്റെ ആ സെന്ററിനെ പറയുന്ന ആ ഒരു കുത്തില്ലേ, അതിന് പറയുന്ന ഒരു പേരുണ്ട്. ഡി വെച്ചിട്ടാണ് തോന്നുന്നത്. സെന്റർ ഓഫ് ടാർജറ്റ്. യെസ്, അതിന് പറയുന്ന പേരാണ് ബുൾ ഐ. കാളക്കണ്ണ് കേട്ടാ, ബുൾ. ബുൾ ഐ എന്നതിന് പറയുന്നത്. അടുത്തത് സിമ്പിൾ ആണ്. എ ഫാസ്റ്റ് ഫുഡ് വിത്ത് ബീഫ് ഓർ മീറ്റ് in between a bun. A fast food with beef or meat in between a bun. Correct. Burger. Burger. Okay. Yes. A chief male ആണ്, male servant in a house. A chief male servant in a house. വളരെ. Yes, correct answer.
ബട്ട്ലർ ആണ്, ബട്ട്ലർ, മിസ്റ്റർ ബട്ട്ലർ. അടുത്തത് tiny, small. Tiny means very small. A tiny insect. വളരെ ചെറിയൊരു കീടാണു, സൂക്ഷ്മജീവി. അതിന്റെ പറയുന്ന പേര് ബിയിൽ തുടങ്ങുന്ന ഒരു പേരാണ്. യെസ്, അതാണ് ബഗ്. BUG ആണ് കേട്ടോ, BUG. അടുത്തത് അപ്പൊ ബിയിലാണ് തുടങ്ങിയത്. ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ബി എന്നുള്ളത് പകരം വേറെ ഏതെങ്കിലും അക്ഷരത്തിൽ തൊടുക. 5 അക്ഷരം പറയാം, അല്ലെ 7 ആരംഭിക്കാം. AEIOU, AEIOU വൗവൽ സൗണ്ടിൽ ആരംഭിക്കണം. എയിൽ ആരംഭിക്കാം, Eയിൽ ആരംഭിക്കാം, ഐയിൽ ആരംഭിക്കാം, ഓയിൽ ആരംഭിക്കാം, യു. ഈ ഏതെങ്കിലും സൗണ്ടിൽ ആരംഭിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ. ഓക്കെ, ചോദ്യം സിമ്പിൾ ആണ്. The fruit which is known as by its color. The fruit which is known as by its color. Okay, Aditya, correct ആണ്. ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ O ആണ്, വോവൽസിൽപ്പെട്ടതാണ്. സിമ്പിൾ. ഞാൻ ആദ്യം എളുപ്പം ചോദിച്ചാലേ അടുത്തത് കൂടെ എളുപ്പമാക്കാം. ഓപ്പോസിറ്റ് ഓഫ് ഔട്ട്. ഓപ്പോസിറ്റ് ഓഫ് ഔട്ട്. ഔട്ട് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഇനി. സിമ്പിൾ ആണ്, കറക്റ്റ് ആണ് പറഞ്ഞത്. അടുത്തത് ഒരു പഴഞ്ചൊല്ലാണ്, അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് പറയണം. സംതിങ് that keeps the doctor away. Something that keeps the doctor away. Something that keeps the doctor away. Correct answer ആണ്. പഴഞ്ചൊല്ലി ഇതാണ്. An apple a day keeps the doctor away എന്നുള്ളതാണ്. An apple എന്നുള്ളതിന് പകരം ഞാൻ അവിടെ സംതിങ് പറഞ്ഞതാണ്. അടുത്തത് ഞാനൊരു മീനിങ് ആണ് പറയുന്നത്, എന്റെ വൺ വേർഡ് പറഞ്ഞത്. Another word for being sick, SICK, sick. Another word for being sick. Another word for being sick. Sick, രോഗം, രോഗാവസ്ഥ എന്നർത്ഥം വരുന്ന വേറൊരു വേർഡ്. വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന വേറൊരു വേർഡ്. അൻവലല്ല, ഇല്ല് മതി. ഇൽ, അസുഖം. ILL. എസ്, ഇൽ, അസുഖം. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് എക്സ്റ്റേണൽ. ഓപ്പോസിറ്റ് ഓഫ് എക്സ്റ്റേണൽ. കറക്റ്റ് ആൻസർ. ഇന്റേണൽ ആണ്. കറക്റ്റ് ആൻസർ. സിമ്പിൾ ആണ്. അടുത്തത് ആൻഡ് ഓവൽ ഷേപ്ഡ് ഒബ്ജക്റ്റ്. ഓവൽ ഷേപ്പിലുള്ള ഒരു സംഗതി. ഒബ്റ്റൈൻഡ് ഫ്രം എ ബേർഡ്.
obtained from a bird. Egg is the correct answer. ഈയിലാണ് ആരംഭിച്ചത്, വവൽസ് ആണ്. അടുത്തത് a small house made of ice ഐസ് കൊണ്ടുണ്ടാക്കിയ ചെറിയ വീട്. Igloo, very good, Aditya, correct answer. Igloo, very good, intelligent. Yes. അടുത്തത് opposite of questions. Answer, simple one. A liquid used for writing. A liquid used for writing. Okay. Yes. Last question. A bird that hunts, വേട്ടയാടുന്നു, HUNTS, hunts at night. രാത്രിയിൽ വേട്ടക്കിറങ്ങുന്ന പക്ഷി. All. So correct answer. Okay, Aditya. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. Okay, Aditya, thank you, welcome. Yes, the paper.